2024 ജൂലൈ 29 തിങ്കൾ. ഇന്ന് 1199 കർക്കിടകം 14. വാർത്തകൾ വായിക്കുന്നത് ജി രവി. പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് ആദ്യ മെഡൽ, ഒരു നിറപ്പുഞ്ചിരി. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാസ്കറിന് വെങ്കലം. 12 വർഷത്തിന് ശേഷമാണ് ഷൂട്ടിങ്ങിൽ ഇന്ത്യ ഒളിമ്പിക് മെഡൽ നേടുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെള്ളി നേടിയ വിജയ് കുമാറും വെങ്കലം നേടിയ ഗഗൻ നാരംഗുമാണ് ഒടുവിൽ ഇന്ത്യക്കായി മെഡൽ നേടിയ ഷൂട്ടർമാർ. നാരംഗാണ് ഇത്തവണ ഇന്ത്യൻ സംഘത്തിൻ്റെ തലവൻ. പാരീസിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയുള്ള ഷാറ്ററൂവിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഫൈനലിൽ 221.7 പോയിന്റ് നേടിയാണ് 22-കാരി മനു മൂന്നാമതെത്തിയത്. ദക്ഷിണ കൊറിയൻ താരങ്ങളായ ഒയോജിൻ, കി എ ജി എന്നിവർക്കാണ് യഥാക്രമം സ്വർണവും വെള്ളിയും. ഒളിമ്പിക് റെക്കോർഡോടെയാണ് ഒയോജിന്നിൻ്റെ സ്വർണ്ണ നേട്ടം. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിലും 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിലും കൂടി ഹരിയാനക്കാരി മത്സരിക്കുന്നുണ്ട്. മനുവിൻ്റെ മെഡൽ നേട്ടത്തിനു പുറമെ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ റമിത ജിൻഡാലും പുരുഷന്മാരിൽ അർജുന ബബുദയും ഫൈനലിലെത്തിയതും ഇന്ത്യക്ക് സന്തോഷമായി. ഇന്നാണ് ഇരുവരുടെയും ഫൈനൽ. 3 സ്വർണവും 2 വെള്ളിയുമായി ഓസ്ട്രേലിയയാണ് ഇപ്പോൾ മെഡൽ പട്ടികയിൽ ഒന്നാമത്. 3 സ്വർണവും 1 വെങ്കലവുമായി ചൈന രണ്ടാമത്. കോച്ചിംഗ് സെൻറ്റർ ദുരന്തം, മരിച്ചവരിൽ മലയാളിയും. പ്രതിഷേധം കനത്തു, 2 പേർ അറസ്റ്റിൽ. മരിച്ചത് കാലടി സ്വദേശി നെവിൻ ഉൾപ്പെടെ 3 പേർ. അറസ്റ്റിലായത് കോച്ചിംഗ് സെൻറ്റർ ഉടമയും കോർഡിനേറ്ററും. കരോൾ ബാഗ് ഓൾഡ് രജീന്ദർ നഗറിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെൻറ്ററിൽ ഭൂഗർഭ നിലയിൽ വെള്ളം നിറഞ്ഞ് മുങ്ങിമരിച്ച 3 വിദ്യാർത്ഥികളിൽ ഒരാൾ മലയാളി. എറണാകുളം കാലടി സ്വദേശിയും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയുമായ നെവിൻ ഡാൽവിൻ, UP അംബേദ്കർ സ്വദേശി ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശി തന്യ സോണി എന്നിവരാണ് ശനിയാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ മരിച്ചത്. റാവൂസ് IAS സ്റ്റഡി സർക്കിൾ പരിശീലന കേന്ദ്രത്തിലായിരുന്നു അപകടം. ശനിയാഴ്ച രാത്രി 7ഓടെയാണ് സമീപത്തെ കാന ഇടിഞ്ഞ് 4 നില കെട്ടിടത്തിൻ്റെ ഭൂഗർഭ നിലയത്തിലെ റീഡിംഗ് റൂമിലേക്ക് വെള്ളം ഇരച്ചെത്തിയത്. മിനിറ്റുകൾക്കകം ഭൂഗർഭ നില മുങ്ങി. ഫയർഫോഴ്സും ദേശീയ ദുരന്ത നിവാരണ സേനയും നടത്തിയ തിരച്ചിലിൽ ആദ്യം 2 പെൺകുട്ടികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. പുലർച്ചെ 1 മണിയോടെ നെവിൻ്റെ മൃതദേഹവും കണ്ടെത്തി. ഇന്ന് നാട്ടിലെത്തിക്കും. കോച്ചിംഗ് സെൻറ്റർ ഉടമകൾക്കെതിരെയും മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കരോൾ ബാഗ് മെട്രോ സ്റ്റേഷന് സമീപമുള്ള റോഡ് തടഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ അർദ്ധസൈനിക വിഭാഗങ്ങളെത്തി. ചില വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി. രാത്രി 8:30യോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധം പുനരാരംഭിച്ചു. പോലീസ് എത്തി ഇവരെ പിരിച്ചുവിട്ടു. തിരച്ചിൽ മതിയാക്കി കർണാടക, വഴിമുട്ടി അർജുൻ ദൗത്യം. ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗാവാലി പുഴയിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ നിർത്തിയതായി കർണാടകയുടെ പ്രഖ്യാപനം. കേരളം എതിർപ്പ് അറിയിച്ചതോടെ ദൗത്യം തുടരുമെന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിലും വരും ദിവസങ്ങളിലും കാര്യമായ പുരോഗതി ഉണ്ടാകാനിടയില്ല. ശക്തമായ ഒഴുക്കും ചെളിയും കാരണം പുഴയിലെ തിരച്ചിൽ തൽക്കാലം നിർത്തുകയാണെന്നും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പുനരാരംഭിക്കുമെന്നുമാണ് കർണാടക മന്ത്രി മംഗൾ വൈദ്യ ഇന്നലെ വൈകിട്ട് അറിയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചതോടെ കർണാടക നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. പ്രാദേശിക മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനാ ശ്രമങ്ങൾ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3-ന് ഉപേക്ഷിച്ചു. ശക്തമായ ഒഴുക്കാണെന്നും ഇങ്ങനെയൊരു പുഴയുടെ അടിത്തട്ട് ഇതുവരെ കണ്ടിട്ടില്ലെന്നുമാണ് ഈശ്വർ മാൽപ്പെ പ്രതികരിച്ചത്. സ്കൂൾ പരിഷ്കരണ റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പിന്നാലെ പരസ്യപ്പെടുത്തും. സമർപ്പിച്ചത് 2022 സെപ്റ്റംബർ 8-ന്. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച ഡോക്ടർ MA ഖാദർ അധ്യക്ഷനായ കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് വെളിച്ചത്തിലേക്ക്. 2022 സെപ്റ്റംബർ 8-ന് സമർപ്പിച്ച റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അതിനുശേഷം പരസ്യപ്പെടുത്തും. ഖാദർ കമ്മിറ്റിയുടെ 2019 സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ചും കൂടുതൽ പരിഷ്കരണ നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്നതാണ് അന്തിമ റിപ്പോർട്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലയനമടക്കമുള്ള നിർദ്ദേശങ്ങളോട് വലിയ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ അന്തിമ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല.
അതിനിടെ ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അവർ റിപ്പോർട്ട് നൽകി. മാത്രമല്ല, പരസ്യമാക്കാത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ചട്ട ഭേദഗതിയുടെ കരട് തയ്യാറാക്കാനും കമ്മിറ്റിയെ നിയോഗിച്ചു. അവർ കരട് തയ്യാറാക്കി നൽകിയെങ്കിലും അതിനും ഇതുവരെ അംഗീകാരമായിട്ടില്ല. റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പലതവണ പ്രഖ്യാപിക്കുകയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. ഇതുവരെ രഹസ്യമാക്കി വെച്ച ആ റിപ്പോർട്ടാണ് മന്ത്രിസഭാ അംഗീകാരത്തോടെ പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചത്. 6 തവണ കാലാവധി നീട്ടിക്കൊടുത്ത ഖാദർ കമ്മിറ്റി 4.5 വർഷമെടുത്താണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശയനുസരിച്ച് സ്കൂൾ ഏകീകരണ നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചെങ്കിലും അത് പൂർണ്ണതോതിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. അന്തിമ റിപ്പോർട്ടിലെ ശുപാർശകൾ ഈ അധ്യയന വർഷം നടപ്പാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ അധ്യയന വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് സമഗ്രമായ പരിഷ്കരണ നടപടികൾ ഇനി പ്രായോഗികമല്ല. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തുന്നുണ്ട്. ഇത് നിയമ നടപടികൾക്കും വഴിവെച്ചേക്കും. ലെബനൻ ഗ്രാമങ്ങളിൽ ബോംബിട്ട് ഇസ്രായേൽ. ഗോലാൻ കുന്നുകളിലെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയെന്ന് ഇസ്രായേൽ. ഗാസയിൽ കൊല്ലപ്പെട്ടത് 66 പലസ്തീൻകാർ. ഹിസ്ബുല്ലയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ശക്തമായ ബോംബാക്രമണം നടത്തി. ശനിയാഴ്ച ഇസ്രായേൽ അധിനിവേശ ഗോലൻ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ 12 കുട്ടികൾ കൊല്ലപ്പെട്ടതിൻ്റെ തിരിച്ചടിയാണ് ഇത്. റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഹിസ്ബുല്ല വ്യക്തമാക്കിയെങ്കിലും ഗാസ സംഘർഷം ലെബനിലേക്കും കത്തിപ്പടരുന്ന സാഹചര്യമാണുള്ളത്. US സന്ദർശനം കഴിഞ്ഞെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്നലെ അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് ചേർന്നു. ഗോലാൻ കുന്നുകളിലെ മജ്ജൽ ഷംസ് ഗ്രാമത്തിൽ കുട്ടികളുടെ ഫുട്ബോൾ മൈതാനത്താണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ഗാസ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ലെബനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത്. ഹിസ്ബുല്ല നടത്തുന്ന തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ മൂലം വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെ 1 ലക്ഷത്തോളം ഇസ്രായേൽ പൗരന്മാരെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. 1982 ഇസ്രായേൽ ലെബനൻ ആക്രമിച്ചപ്പോഴാണ് ഇറാന്റെ സൈനിക സഹായത്തോടെ ഹിസ്ബുല്ല രൂപമെടുത്തത്. വർഷങ്ങൾ നീണ്ട ഹിസ്ബുല്ലയുടെ ഒളിപ്പോരിനൊടുവിൽ 2000 ഇസ്രായേൽ സൈന്യം ലെബനിൽ നിന്ന് പിൻവാങ്ങി. 2006 ഒടുവിൽ ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം ഉണ്ടായത്. അതിനിടെ ഇസ്രായേൽ സൈന്യം 24 മണിക്കൂറിനിടെ തെക്കൻ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ 66 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിന് കിഴക്കുള്ള അൽ കരാര, അൽ സന്ന, ബാനി സുഹൈല എന്നീ പട്ടണങ്ങളുടെ ഉൾമേഖലകളിലേക്ക് ഇസ്രായേൽ ടാങ്കുകളെത്തി. ഇവിടെ ഹമാസുമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഖാൻ യൂനിസിൽ നിന്ന് പലായനം ചെയ്യുന്ന 10,000 ഗാസയുടെ പടിഞ്ഞാറൻ മേഖലയിലെ അൽ മവാസിയിലേക്കും വടക്ക് ദൈറൽ ബലാഹിലേക്കുമാണ് നീങ്ങുന്നത്. ഗാസ വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ, ഈജിപ്ത് ഇൻ്റലിജൻസ് ഏജൻസികളുടെ മേധാവിമാരുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും CIA മേധാവി വില്യം ബേൺസ് റോമിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നിപ്പ അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് തമിഴ്നാട്. പരിശോധന ഇന്നലെ അവസാനിപ്പിച്ചു. കേരളത്തിൽ നിപ്പ വ്യാപനത്തെ തുടർന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് സംസ്ഥാന അതിർത്തികളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ചാവടി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ നടത്തിയിരുന്ന തമിഴ്നാട് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയും നിർത്തി. ഇന്നലെ വാഹനങ്ങൾ പരിശോധനകളില്ലാതെ ദേശീയപാതയിലേക്ക് നേരിട്ട് കടത്തിവിട്ടു. അതിർത്തികളിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് നിയോഗിച്ച ഉദ്യോഗസ്ഥരെയും പിൻവലിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് തമിഴ്നാട് പരിശോധന പിൻവലിച്ചത്. തമിഴ്നാട് പരിശോധന നിർത്തിയതോടെ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ആശ്വാസമായി. നേരത്തെ അതിർത്തിയിൽ പരിശോധനയ്ക്കായി വാഹനങ്ങൾ പിടിച്ചിട്ടിരുന്നത് വലിയ ഗതാഗത കുരുക്കിനും യാത്രാ വൈകലിനും വഴിയൊരുക്കിയിരുന്നു. കേരളത്തിൽ നിപ്പ ഭീതി അകലുന്നു. വ്യാപക സൂചനയില്ല. രോഗം സ്ഥിരീകരിച്ച് ഒരാഴ്ചയിലേറെ പിന്നിട്ടെങ്കിലും രോഗവ്യാപനത്തിൻ്റെ സൂചനകളില്ല. സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ മാത്രമാണ് ചെറിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ആരും ചികിത്സയിലില്ല. 472 പേരാണ് ആകെ സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗവ്യാപനത്തിൻ്റെ സൂചനകളില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാൻ അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. കുഞ്ഞിൻ്റെ വീഡിയോ ചാനലിനെതിരെ കേസ്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ്റെ വീട്ടിലെത്തി കുഞ്ഞിൻ്റെ വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.
മഴവിൽ കേരള യൂട്യൂബ് ചാനലിനും ചാനൽ മേധാവിക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ചാനൽ നടത്തിയതെന്ന് ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. ശുഭദിനം. നന്ദി.